നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ബന്ധത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ രണ്ട് വഴി അയാൾക്ക് മുമ്പിൽ, ആ വ്യക്തിക്ക് മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. അവരിപ്പോഴും അത് ചൂസ് ചെയ്തിട്ടില്ല. ഏത് വേണം, ഏത് വഴിയിലൂടെ പോകണം എന്നുള്ള കാര്യം അവരിപ്പോഴും ചൂസ് ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ ഇടയ്ക്കിടയ്ക്കുള്ളൊരു തോട്ടുകൾ, അതായത് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ ഇപ്പോൾ അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെന്ന് പറയുമ്പോൾ ഒരു സമയത്ത് അവരുടെ ഒരു വേൾഡ് തന്നെയായിരുന്നു. അതായത് എല്ലാത്തിനും ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിലായിരുന്നു അവർക്ക് നിങ്ങളെന്ന് പറയുമ്പോൾ. ഇപ്പോൾ അവരുടെ ഒരു ടൈം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു പേഴ്സണ് നിങ്ങളെ ഒട്ടും തന്നെ താല്പര്യമില്ല, അതേപോലെയൊക്കെ ഉള്ളൊരു ബിഹേവിയർ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കണം. ഒട്ടും ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ താല്പര്യത്തോടുകൂടി പെരുമാറിയ വ്യക്തി പിന്നീട് അതിലൊരു കുറവുകൾ കാണിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിഷമത്തിൻ്റെ പുറത്ത് വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഒരുപാട് പേര് ആ വ്യക്തിയിൽ ഓവർ പൊസസീവായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു ഓവർ പൊസസീവ് അവർക്ക് കുറേ കാര്യങ്ങളിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഒരുപാട് പേര് സെപ്പറേഷനിൽ തന്നെയാണ് ഇപ്പോൾ. ആ ഒരു സെപ്പറേഷനിലൂടെ അവർക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്തായിരുന്നു എന്നുള്ളൊരു സത്യം അവരിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും അയാൾ ഓർത്തോർത്ത് ഓരോ ദിവസവും കൂട്ടി വെക്കാന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. അവർക്ക് ആഗ്രഹമുണ്ട് യൂണിറ്റി ഉണ്ടാവണം ഇതിൽ നിന്ന്, പക്ഷേ എന്തിനോ ഒക്കെ ഉള്ളൊരു ലിമിറ്റേഷൻസ് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇപ്പോൾ സൊസൈറ്റിയിൽ വേറെ ഒരു ഫാമിലി കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം. ആ ഒരു എന്തൊക്കെയോ ലിമിറ്റേഷൻസ് ഉണ്ട് അവർക്ക് ഓവറായിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ അവർക്ക് എല്ലാം നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ എന്തോ ഒരു ലിമിറ്റേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്, പേടിയും കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളിനി എല്ലാം കൊണ്ടും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചിന്ത ആൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കുറേ പേരെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ പറയുക, ഇനി വരണമെങ്കിൽ വരട്ടെ, ഞാൻ കൂടുതലായിട്ട് ഓവറായിട്ട് അങ്ങോട്ട് ഓരോന്നിനും പോകുന്നില്ല. നിങ്ങൾ കുറേ പേര് അവർക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് വിളിക്കുന്നുണ്ടായിരിക്കും, മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കും, അവരതിനൊന്നും ഒരു റെസ്പോൺസ് തന്നെ കാണിക്കുന്നുണ്ടായിരിക്കില്ല. ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ അവർ തന്നുകൊണ്ടിരിക്കുന്നത്. ചിലവർക്ക് ബ്ലോക്ക്ഡ് സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്, ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ള സിറ്റുവേഷൻസ്. അതായത് അവരിൽ നിന്നും നിങ്ങൾ ഒരുപാട് റിജക്ഷൻ നേരിട്ടിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു എന്താ പറയുക, ഇത്തിരി നാളാണെങ്കിൽ പോലും, ഒരുപാട് പേർക്ക് കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധം ഇവിടെ കാണിക്കുന്നുണ്ട്, കുറച്ച് പേർക്ക് കുറച്ച് നാളുകളായിട്ട്. പക്ഷേ ആ ഒരു ഇത്തിരി നാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് വർഷങ്ങളോളം തമ്മിൽ പരിചയമുള്ള വ്യക്തിയോടെന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം, അല്ലെങ്കിൽ ഒരു നല്ലൊരു നിങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ ഫുൾ ഓഫ് എനർജി അവർക്ക് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട്. അവസാനം നിങ്ങളെ അവരിൽ നിന്നും നിങ്ങൾക്കൊരു റിജക്ഷൻ നേരിട്ടപ്പോൾ നിങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്കെല്ലാം തകർന്നു. ഈ ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം മാത്രമേ തകർന്നിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഈ ഭൂമി തന്നെ രണ്ടായി പിളർന്നു പോയി, ഇനിയൊരു ജീവിതം എനിക്ക് വേണ്ട, ഞാൻ എങ്ങനെ ജീവിക്കും, എനിക്ക് പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇവിടെ എന്താ പറയുക കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്കിവിടെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. എനിക്കിനി ജീവിക്കാനായിട്ട് പറ്റില്ല, എങ്ങനെ ജീവിക്കും, ഓരോ ദിവസവും ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടും. കാരണം അവരുടെ മെമ്മറീസ് മാത്രമാണ് നിങ്ങൾക്ക് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ, അവർ നിങ്ങളെ എത്രയൊക്കെ റിജക്റ്റ് ചെയ്തു, വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാലും സ്റ്റിൽ യു ആർ വെയിറ്റിംഗ് ഫോർ ദം എന്നാണ് വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവർക്ക് ഇപ്പോഴും അവരൊരു ഡിസിഷൻ പൂർണ്ണമായിട്ടും എടുത്തിട്ടില്ല. ഓക്കെ,
അവരുടെ ഒരു ചിന്തകൾ ഞാൻ പറയാം. നിങ്ങളുമായിട്ട് നല്ല ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു, അത് എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്ന് അവർ ചിന്തിക്കുന്നു. നല്ലൊരു കെമിസ്ട്രി ആയിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്, പക്ഷേ അത് എന്നോ എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ ഒരു കെമിസ്ട്രി, നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു ആ കെമിസ്ട്രി അവർക്ക് വേറെ എവിടെ നിന്നും കിട്ടുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിങ്സ് അവർക്ക് വേറെ എവിടെ നിന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അവർ ചെറിയ രീതിയിലൊക്കെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്തേക്കൊക്കെ അവരായിരിക്കുന്ന സിറ്റുവേഷനിൽ അവർ വേറെ അവരുടെ ഫ്രണ്ട്സുമായിട്ടും എൻജോയ് ചെയ്തിട്ടുള്ള വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് പല രീതികളിലും നിങ്ങളടുത്ത് ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, ഈ വ്യക്തി ഇന്ന കാര്യത്തിൽ എന്നോട് നുണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അത് അറിയാമായിരിക്കും, കാരണം ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. സോ അവസാന കാലഘട്ടത്തിൽ ഒരു ടോക്സിക്കായി മാറിയ ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്നാണ് ഇവിടെ എനിക്ക് തെളിഞ്ഞു വന്നിട്ടുള്ളത്. സോ അവർ ഒരുപാട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു നോ കോണ്ടാക്റ്റ് ആയിട്ട് ഒന്ന് ബ്ലോക്ക് ചെയ്ത് പോയ നിമിഷം അവർ വലിയൊരു ഫ്രീഡം അനുഭവിച്ചു എന്നാണ് കാണിക്കുന്നത്. ഇതിൽ വലിയൊരു ഫ്രീഡം വന്നു. ഇനിയിപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് ഫുൾ ഓഫ് നെഗറ്റിവിറ്റി, ടെൻഷൻ തരുന്ന ഈ ഒരു ബന്ധം വേണ്ട അങ്ങനെ പറഞ്ഞു പോയ വ്യക്തിയാണ്. പക്ഷേ അവർക്കിപ്പോൾ വീണ്ടും എന്താ പറയുക, ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളെ വിളിക്കണം. അതാണ് മനസ്സ്, അതാണ് സ്നേഹം. ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മളിത് മനഃപൂർവ്വം എവിടെ നിന്നും ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതല്ല. അത് ആ ഉള്ളിൽ നിന്ന് വരുന്ന, ആ ഒരു മനസ്സിൽ നിന്ന് വരുന്ന സ്നേഹത്തിൻ്റെ പവർ, അതാണ് ഇവിടെ കാണുന്നത്. കാരണം ആ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള ഒരു സമയത്ത് ആളുടെ ഫ്രീഡം ആൾ എൻജോയ് ചെയ്തു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അവർക്കത് മനസ്സിലാകുന്നത്, നിങ്ങളായിരുന്നു അവരുടെ വേൾഡ്. എർത്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങളായിരുന്നു അവരുടെ ശക്തി, നിങ്ങളായിരുന്നു അവരുടെ വേൾഡ്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു സൈഡിൽ നിങ്ങളുടെ ഒരു കോള്, നിങ്ങളുടെ ഒരു അന്വേഷണം, അതൊക്കെ അവരെ എന്താ പറയുക, മുന്നോട്ട് നയിക്കുന്ന ഒന്നാണെന്നാണ് അവരിപ്പോൾ തിങ്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും. എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എത്രയൊക്കെ നിങ്ങളെ മാനസികമായിട്ട് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും, റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, അപമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റിൽ എപ്പോഴും ഉണ്ട്. ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് പോലും നിങ്ങൾക്ക് മതി. അത് ആ ഒരു ദിവസത്തെ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. വേറെ ഒന്നും സംസാരിച്ചില്ലെങ്കിലും വേണ്ടില്ല, ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ്, ഹായ്, ഹൗ ആർ യു, ജസ്റ്റ് ഇതെങ്കിലും മതി എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നവരും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. സോ അവർക്കിപ്പോൾ ഇതിന് ശേഷം ടെംപ്റ്റേഷൻ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളെ വിളിക്കണം, കാണണം. പക്ഷെ അവർ വീണ്ടും ചിന്തിക്കുന്നത് ഫിയർ, അതായത് എന്തോ ഒരു പേടി അവർക്കുണ്ട്. കാരണം ഇതത്രയ്ക്ക് അങ്ങോട്ട് നല്ല രീതിയിലേക്ക്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് ടെൻഷൻസും വിഷമങ്ങളും നേരിടേണ്ടതായിട്ട് വരും എന്നറിയാമെങ്കിലും അവരുടെ ഇന്നർ സെൽഫ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു കൂടിച്ചേരൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രസൻസ് അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്.